അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തരുന്നതാണ് നമ്മുടെ മക്കൾ. അവരൊക്കെ നമ്മുടെ കൺകുളിർമയായി വളർന്നു വരാൻ ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളും ഈ ലോകത്തുണ്ടാവുകയില്ല. അവരോരോരുത്തരുടെ നന്മയ്ക്ക് വേണ്ടി നാം നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. കുഞ്ഞുനാൾ മുതൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതായിരിക്കും തങ്ങളുടെ മക്കൾ വളർന്ന് തങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും, തങ്ങൾക്ക് വലിയ ഒരു തണലായി മാറും എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ആഗ്രഹിക്കാത്ത ആരും തന്നെ കാണുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മക്കളെ പടച്ച തമ്പുരാൻ നമുക്ക് ഖൈറായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു അവരെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു തെറ്റുകുറ്റങ്ങളിലേക്കും കടന്നു പോകാതെ, ഒരു ദുഷിച്ച ചിന്തകളിലേക്കൊന്നും കടന്നു പോകാതെ നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പടച്ച തമ്പുരാൻ ഖൈറായ സന്താനങ്ങളാക്കി മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്കൊക്കെ എന്തൊക്കെ സമയങ്ങൾ ലഭിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ഒരായത്ത്, ഈ ഒരായത്ത് നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ നന്മയ്ക്കായി നല്ല നിലയിൽ വളരാൻ, ഖൈറായ രീതിയിൽ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന സന്താനങ്ങളായി വളർന്നു വരാൻ എപ്പോഴും ഈ ദുആ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്കൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളെ ഇരു വീട്ടിലും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ശൈത്വാനിയായ ചിന്തകളിലേക്കും കടന്നു പോകാതെ, ഒരു തെറ്റുകുറ്റങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആ ദുആ ഏതാണ് നമുക്ക് നോക്കാം. ഇതൊരു ഖുർആൻ ആയത്താണ്. ഖുർആൻ ആയത്തെല്ലാം ദുആക്കളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് എപ്പോഴും ചൊല്ലി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ചെയ്യാറുണ്ട്, ചെയ്യൂലെന്നല്ല. മലയാളത്തിൽ ചെയ്താലും അല്ലാഹു കേൾക്കും, അറബിയിൽ ചെയ്താലും അല്ലാഹു കേൾക്കും. നമ്മുടെ മനസ്സാണ് പടച്ച തമ്പുരാൻ നോക്കുന്നത്, നമ്മുടെ ഉള്ളാണ് അല്ലാഹു നോക്കുന്നത്. മറ്റൊന്നിലേക്കും അല്ലാഹു നോക്കൂല. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്കാണ് പടച്ച തമ്പുരാൻ നോക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും നാം നിസ്സാരമായി കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറയുകയുണ്ടായി, ഓരോ മനുഷ്യർക്കും അല്ലാഹു ഒരു വിധി നിശ്ചയിച്ച് വച്ചിട്ടുണ്ട്. അവൻ മരണപ്പെടുമ്പോൾ കലിമ ചൊല്ലുവോ ഇല്ലയോ എന്ന് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആരെയും മുൻവിധി എഴുതാൻ നാം ആരും ആയിട്ടില്ലെന്നല്ല, നമുക്ക് ആരെക്കുറിച്ചും മുൻവിധി എഴുതാനുള്ള അവകാശമില്ല. ഒരു കള്ള് കുടിച്ച് നടക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് അങ്ങ് ദൂരെ നിന്ന് നോക്കി ചിലരൊക്കെ പറയുന്നത് കാണാം, അവൻ നരകാവകാശിയാണ് എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ള സത്യം എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഭയങ്കര സൂഫിസത്തിൽ നടക്കുന്ന മനുഷ്യൻ നോക്കിയിട്ട് അയാൾ സ്വർഗാവകാശിയാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല, നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ ആരെയും മുൻവിധി എഴുതാൻ നമുക്കൊരവകാശവുമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതങ്ങൾ നിശ്ചയിച്ച് വച്ചിരിക്കുന്ന അല്ലാഹുവാണ്. അവസരങ്ങൾ ഇപ്പോൾ തെറ്റിലേക്ക് പടന്നു പോകുന്ന മനുഷ്യനൊക്കെ ഒരുപക്ഷെ അല്ലാഹു അവസരങ്ങൾ കൊടുക്കും, നന്നാകുവാനുള്ള ഒരുപാട് അവസരങ്ങൾ കൊടുക്കും. എന്നെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് അവൻ്റെ മുന്നിൽ, ഒരു പ്രകാശം അവൻ്റെ മുന്നിൽ വീണ് കിട്ടുമ്പോൾ ഒരുപക്ഷെ അതിലൂടെ സഞ്ചരിച്ച് നന്മയിലേക്ക് വഴി നടന്നു വരാൻ അവന് കഴിഞ്ഞേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നന്നാക്കി തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ, അവർക്ക് വേണ്ടി എപ്പോഴും നാം ദുആ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന ഈ ദുആ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്നും കൂടി നോക്കുക. അർത്ഥം കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുമ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവും എന്താണ് കാര്യമെന്ന്. ഇൻഷാ അല്ലാഹ് ആ അർത്ഥം കൂടി ഒന്ന് നോക്കുക. എൻ്റെ നാഥ, നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും
നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും എനിക്ക് കഴിവും പ്രേരണയും പ്രദാനം ചെയ്യണമേ. എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കണമേ. ഞാൻ നിന്നിലേക്ക് തീർച്ചയായും മടങ്ങുന്നു. ഞാൻ പരിപൂർണമായി അനുസരിക്കുന്നവരിൽപ്പെട്ടവനാണ്. ഇതൊക്കെ ഈ ദുആ ഇൻഷാ അല്ലാഹ് ആവർത്തിച്ച് ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞതിൻ്റെ ഒറ്റ വാക്കർത്ഥം പറഞ്ഞു പോയാൽ, റബ്ബി, എൻ്റെ റബ്ബേ, ഔസിഅനി, എനിക്ക് നീ പ്രദാനം ചെയ്യണമേ അല്ലാ, അൻ അഷ്കുറ, നന്ദി ചെയ്യാൻ, നിഅമതക, നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ, അല്ലത്തി, എങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ്, അൻഅംത, നീ നിഅമത്ത് ചെയ്തു, അലയ്യ, എൻ്റെ മേലും, വഅല വാലിദയ്യ, എൻ്റെ മാതാപിതാക്കളുടെ മേലും, വഅൻ അഅമല സ്വാലിഹൻ തർല്ലാഹു, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും എനിക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. വഅസ്ലിഹ് ലീ, എനിക്ക് നീ നന്നാക്കി തരണേ അല്ലാ, ഫീ ദുർരിയത്തി, എൻ്റെ മക്കളെ, എൻ്റെ സന്താനങ്ങളെ എനിക്ക് നീ നന്നാക്കി തരണേ അല്ലാ. ഇന്നി തുബ്തു ഇലൈക, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു അല്ലാ. വ ഇന്നി മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്, ഞാൻ അനുസരണയുള്ളവനിൽ പെട്ടവനാണ്. ഈ ദുആ തീർച്ചയായും നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമോ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദുആ അല്ലാഹുവിലേക്ക് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കളുടെ, നമ്മുടെ സന്താനങ്ങളുടെ നല്ല ഭാവിക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, കാരുണ്യവാനായ അല്ലാ, ഞങ്ങൾ ചെയ്യുന്ന ദുആക്കളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റണേ അല്ലാ. മറ്റു തെറ്റുകുറ്റങ്ങളിലേക്കൊന്നും പോകാതെ അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഓരോ മാതാപിതാക്കൾക്കും ഉപകാരമുള്ള മക്കളാക്കി നീ വളർത്തിക്കൊണ്ട് വരണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി നീ മാറ്റണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദുആഇനെ നീ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.